ഒക്കെ എങ്ങനെ ഉണ്ടായി? കുഴപ്പമില്ലായിരുന്നു. വല്ലതും എഴുതിയാ? ഞാൻ മിക്ക ആൻസർ എഴുതിയിട്ടുണ്ട്. വെക്കേഷൻ എവിടെ പോകുന്നേ? അച്ഛന്റെ വീട്ടിലാണോ അമ്മയുടെ വീട്ടിലാണോ? ആ രണ്ടുപേരുടെ വീട്ടിലും പോവും. അമ്മയുടെ വീട് നല്ല രസമാണ്, നിറച്ചും കൃഷിയൊക്കെ ആയിട്ട്. അപ്പൊ അച്ഛന്റെയോ? അച്ഛന്റെ അതിനും രസമാണ്, തമ്പിമാരാണ്, വലിയ 4 കെട്ട് വീട്, നല്ല രസമാണ്, കൊറേ കസിൻസ് ഒക്കെ ഉണ്ട്. ആ പരീക്ഷ കഴിഞ്ഞാ? ഇതാരും കൂട്ടുകാരിയാ? മോളെവിടെ താമസിക്കണേ? എസ്റ്റേറ്റിന്റെ അപ്പുറത്ത്. എങ്ങനെ പോവും? ഈ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് നടന്നു പോവും. ഈ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് നടന്നു പോന്ന? ചെല്ല് ചെല്ല്, വെയിലുള്ളത് പോട്ടാ. അയാൾ ആരാ? നിന്റെ വീടിന്റെ അടുത്തുള്ളതാ? നീ വെക്കേഷൻ എവിടെയാ പോകുന്നേ? ഞാൻ മദ്രാസിലുള്ള ആന്റിയുടെ വീട്ടാ പോകുന്നേ. എന്തിനാ? എനിക്ക് ഡ്രോയിങ് ബുക്കും കഥാപുസ്തകവും എടുക്കണം. എനിക്ക് തുറക്കാൻ മനസ്സില്ല. ഇടി തുറക്ക്, തുറക്ക് ലച്ചു. നീ എന്തിനാ കരഞ്ഞേ? ഞാൻ കരയണം നീ കണ്ട? അല്ല, ഈ കണ്ണും മുഖം കൊണ്ട് കരഞ്ഞെന്ന് തോന്നുന്നു. പറ, എന്താന്ന് വെച്ചാ പറ, ഞാൻ ആരോടും പറയില്ല. മിണ്ടാതെ പോയ ശിവ. ഞാൻ പോയിക്കോളാം. ദേ ഇത് കഴിക്ക്. അച്ഛനെ നിനക്ക് പ്രത്യേകം തരുന്ന പഴംപൊരിയാ. എനിക്ക് വേണ്ട. അച്ചു, നീ വാതിലടിച്ച് എന്തിനു വേണ്ടി നിരാഹാരം കേട്ടു? എന്താ അടി? ഒന്നുമില്ല. ഒന്നുമില്ലെന്നല്ല കേട്ടോ. ഇപ്പൊ തന്നെ അച്ഛൻ കൊണ്ടുവന്ന പഴംപൊരി അവള് കഴിച്ചില്ല. ഓ, അമ്മ കൊണ്ടുവരുന്ന ബർഗറും മത്സൊക്കെ അവൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൂ. പാവം അച്ഛൻ കൊണ്ടുവരുന്ന പഴംപൊരി അവൾക്ക് പുച്ഛം. പറഞ്ഞല്ലോ എന്റെ സ്വഭാവം മാറി വിഷ്ണു. നീ എന്ത് കരയണ? അത് ദേഷ്യപ്പെടണ? എടി നിനക്ക് പഴംപൊരി വേണ്ടെങ്കിൽ പറഞ്ഞാ പോരെ? ചേച്ചി ആ എന്റെ പൊന്നുമോൾ എണീറ്റാ? മാറിയില്ല. എന്ത്? ആ എനിക്കറിയില്ല, ഞാൻ വരുമ്പോ മുതലിരുന്ന് കരയോ അവള്. നമുക്ക് വയ്യേ? കൂട്ടുകാരി നേരത്തെ പോയാ? എനിക്കറിയാം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്തോടെ? ഞാനൊന്നും ചെയ്തില്ലട്ടോ. എന്റെ അമ്മു മാറി കഴിക്കാനും കാണണ്ട, ശല്യപ്പെടുത്താതെ പോ. എന്തോന്നാ ഇത്? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. നീ വാ. രണ്ടും വാ. ഈ പഴംപൊരി എടുത്തോണ്ടോ? ബാലു, ഇതാലോചിക്കണേ. അല്ലടി, നമ്മുടെ ലച്ചുവേ എന്തിനിങ്ങനെ കിടന്ന് കരയണേ? കരയണ? അവള് തലവേദന എടുത്തിട്ട് വാലടച്ച് കിടക്കാണ്. ഇതൊന്നുമല്ല, ഇത് വേറെ എന്തോ ആണ്. നീ എല്ലാ കാര്യം ശ്രദ്ധിക്കുമല്ല, എന്ത് ഇത് ശ്രദ്ധിക്കാത്ത? എന്ത് കൂടുതൽ ശ്രദ്ധിക്കാൻ? കരയണെങ്കിൽ കരയട്ടെ. ഇവിടെ ഞാൻ പലപ്പോഴും മാറി നിന്ന് കരയാറുണ്ട്, ആരും ശ്രദ്ധിക്കാറില്ല എന്നെ. നീ എന്തോന്ന് ചേച്ചി എന്ത് എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിഞ്ഞുകൂടാത്തോളം സംസാരിക്കണം. അവള് വളർന്നു പറഞ്ഞ കുട്ടിയല്ലേ, പെൺകുട്ടി. പഴയതുപോലെയൊന്നും അല്ല. നമ്മൾ കുട്ടികളുടെ പ്രശ്നങ്ങള് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. അയ്യാ, അതെങ്ങനെ? ചില സമയം ഇങ്ങനെ തന്നെ തീരെ പൊട്ടിയങ്ങാവും. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ലടാ. മക്കളെന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? മാമ വിളിക്കാൻ ചെല്ല് പോ. ആ മോളെ, ലച്ചു ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറ, പെട്ടെന്ന് വരാൻ പറ, അല്ലെ അമ്മ അങ്ങോട്ട് വരുമെന്ന് പറ കേട്ടാ. ചെല്ല്. ആ ഒറ്റയ്ക്ക് വന്നാ മതി, നീ ഇങ്ങോട്ട് വരണ്ട. ചെല്ല്. ഇലു, നീ അവളെ വരട്ടിക്കളയല്ലേ. വളരെ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് മാറിക്ക്, ഞാൻ ചോദിക്കാം. എന്താ? അതന്നെ ഞാൻ ചോദിച്ചത്. എന്താന്ന്? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ലേ? ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് സുഖമില്ല എന്നാണ്. അതൊന്നുമല്ല, എന്തോ പ്രശ്നമുണ്ട്. എന്താ? എക്സാം പാടായിരുന്നോ? സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ, വല്ല ആമ്പിളര് വല്ല നിന്നെ ശല്യം ചെയ്താ? ഒന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തിനാ നീ കരയണത്? എന്തിനാ കരയണത് നീ? നീലോ, എന്തോടെ ഇത്?
ഏ എന്തോ മക്കളെ ഏ ബാലു ശ്രീ എന്തത്? ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ. ഏ രണ്ടാളൊന്നും കഴിക്കണില്ലേ? ലച്ചു എല്ലാം കഴിച്ചാ? ഇല്ല. അവളെ കിടക്കുന്ന റൂമിൽ നിന്ന് എണീച്ചിട്ടില്ല, പിന്നെയല്ലേ കഴിക്കാൻ പോണ. ചേച്ചി അവളെ വിളി. ലച്ചു ഇങ്ങനെ അവൻ വിളിക്കണം. വാ. നമുക്ക് കഴിച്ചാവല്ലോ. കഴിച്ചില്ലേ? എന്താണ് പ്രശ്നം? പിന്നെ നിനക്കറിയണേ മാമനച്ഛനൊക്കെ ഇവിടെ ഇരിക്കുകയല്ലേ? മക്കളെ നിങ്ങൾ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് വേറെ എന്തോ ഉള്ളൂ. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ആരെന്ന് പറ. അവനെ ഒതുക്കും നമ്മള്. പറയേ അവനോ പറ മോളു. എന്ത് എന്താ മക്കളെ? അച്ഛൻ സോറി. എന്തുണ്ടെങ്കിൽ അച്ഛനടുത്ത് പറ. എണീക്ക് എന്തോന്നത്? എണീക്ക് മോളെ. അച്ഛന്റെ പൊന്നു മോളല്ലേ? അച്ഛനടുത്ത് പറ. എക്സാം കഴിഞ്ഞ് വന്നൊരു കൂട്ടുകാരുടെ വരുമായിരുന്നു. അപ്പൊ റോഡിൽ വെച്ച് അച്ഛനെ കണ്ട് അച്ഛൻ പെയിന്റ് അടിക്കുമായിരുന്നു. അച്ഛനെ കണ്ട് സംസാരിച്ച് അത് ഞാൻ തിരിച്ചു പോയപ്പോ അവളെന്നോട് ചോദിക്കും ഇതാരാ, എന്റെ അയൽവാസിയാണോന്ന്. അപ്പൊ എനിക്ക് പറയാൻ പറ്റിയില്ല ഇതെന്റെ അച്ഛനാണെന്നുള്ള കാര്യം. ഒരു നിമിഷത്തേക്ക് എനിക്ക് കോംപ്ലക്സ് വന്ന് അച്ഛനോട് സോറി. അയ്യേ ഇത്രേ ഉള്ള ഇതാണ് കാര്യം? ഇതിനാണ് നീ അവിടെ കിടന്ന് കരഞ്ഞത്? എന്റെ പൊന്നുമോളെ, ഇത് എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണത്. പറഞ്ഞുതരാ. ഇത് അച്ഛൻ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂള് വിട്ടിട്ട് കൂട്ടുകാരായിട്ട് ഇങ്ങനെ നടന്നു വരായിരുന്നു. കളിച്ച് ചിരിച്ച് നിങ്ങളിപ്പോ ഇന്ന് വന്നില്ലേ അതുപോലെ. അപ്പോഴാണ് എതിരെ കുറെ എന്റെ അച്ഛൻ സ്വന്തം പറമ്പിൽ കൊലയെ വെട്ടി തലയെ വെച്ചോണ്ട് പറഞ്ഞു. കഴുത്തില് ഒരു തോർത്ത് ഇങ്ങനെ ചുറ്റിയിരുന്നു, ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല. എനിക്കിത് കണ്ടപ്പോ വല്ലാതായി. കൂട്ടുകാരത്ത് ഇനിയിപ്പോ എന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ അവര് കളിയാക്കും. അങ്ങനെ ഞാൻ അന്ന് വിചാരിച്ചു. അന്ന് ചെറുപ്രായമല്ലേ, വെറും 10ാം ക്ലാസ്സിൽ പഠിക്കണ. അത് പിന്നെ കുറച്ച് വലുതായപ്പോഴ് നമുക്ക് അതിന്റെ തെറ്റ് മനസ്സിലായി. മക്കളിപ്പോ വലുതായിട്ടാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ അത് വലിയ തെറ്റ്. അത് തെറ്റായിരുന്നു അല്ലേ? സോറി. എന്തോന്ന് സോറി? പോട്ടെ ലച്ചു പോട്ടെ മോളെ പോട്ടെ. അയ്യേ ഇതിനായിരുന്നു ഇത്രയും നേരം ആൾക്കാരായിട്ട് ടെൻഷൻ അടുപ്പിച്ച് പോട്ടെ.